സഡനായിട്ടുള്ള മാറ്റങ്ങളാണ് നമ്മുടെ മുമ്പിലുണ്ടായത്. ടെലിഫോൺ വരുന്നു, മൊബൈൽ വരുന്നു, അതിനിടയിൽ പേജർ വരുന്നു. അതിൻ്റെ ടെക്നോളജിയുടെ ഒരു മാറ്റം. അപ്പോൾ ഇത് ടെക്നോളജിയെ അതിവർത്തിക്കുന്ന തരത്തിലായിരുന്നു ഒരു പക്ഷേ ഒരു തരത്തിലുള്ളൊരു കാന്തിക മണ്ഡലം പോലെ ഇവരെയൊക്കെ ഞാൻ അല്ലെങ്കിൽ എന്നെ വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ഞാൻ ആകർഷിച്ചത് ഇവരെ വലിച്ചത് ഒരു കാന്തിക വലയത്തിലേക്ക്. അത് എഴുത്തിനോടുള്ള ഭ്രമമാണ്, അത് മറ്റൊന്നുമല്ല. സൗഹൃദം വളരെ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് ഏറ്റവും അക്കാര്യത്തിൽ ഞാനൊരു ധനികനാണ്. സൗഹൃദത്തിൻ്റെ വളരെ പല തലങ്ങൾ, അതിൻ്റെ വൈവിധ്യങ്ങൾ, അതിൻ്റെ അടുത്തും പുറത്തും ഒക്കെ എപ്പോഴും ഒരു പറ്റ ആളുകളുമായിട്ട് ജീവിച്ച ഒരു പ്രത്യേക എന്താ പറയുക സ്വകാര്യതകളില്ലാത്തൊരു ജീവിതം എൻ്റെ പിൻഭാഗത്തുണ്ട്. അത് രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട്, കോളേജിലെ സംഘടനാ പ്രവർത്തനവുമായിട്ട്, അതിൻ്റെ യൂണിയൻ ഭാരവാഹി എന്ന നിലയിൽ, അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് എൻ്റെ ജോലി, അതിനപ്പുറത്ത് എൻ്റെ വീടുമായിട്ടുള്ള രാഷ്ട്രീയ പരിസരങ്ങൾ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എവിടെയും എനിക്ക് സുഹൃത്തുക്കളുണ്ട്. പക്ഷെ അത്തരം എല്ലാ സൗഹൃദങ്ങളെയും നമുക്ക് ഈയൊരു വഴിയിൽ എഴുത്തിൻ്റെയോ വായനയുടെയോ എഴുതാൻ പോകുന്ന കഥയുടെയോ അല്ലെങ്കിൽ പൊതുവെ പറയുന്ന ഈ ഒരു സർഗ്ഗവ്യാപാരത്തിൻ്റെ തലങ്ങളിലേക്ക് നമുക്ക് കൂട്ടിക്കെട്ടാൻ പലപ്പോഴും കഴിയാറുമില്ല. ആ ഒരു തലത്തിലാണ് ഒരുപക്ഷെ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളൊക്കെ പരസ്പരം അനുഭവിക്കുകയും കിട്ടുകയും ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു സാക്ഷാത്കാരമോ സാഫല്യമോ അല്ലെങ്കിൽ ഒരു സായുജ്യമോ ഒക്കെ എഴുത്തിൽ കണ്ടെത്തിയവർ ആണ് ഒരുപക്ഷെ ഞങ്ങളൊക്കെ ഒരേ ജില്ലക്കാരാണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ മോഡറേറ്റർ മുരളിമാഷ് പറഞ്ഞല്ലോ, ഒരു ജില്ലയിൽ ജീവിച്ചു, അവിടെ വളർന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് ജോലി നേടിപ്പോയി. അതുകൊണ്ട് മാത്രമായിരുന്നോ ഞങ്ങളുടെ സൗഹൃദം ഉണ്ടായത് എന്നതൊരു ചോദ്യമാണ് ആ പരിചയപ്പെടുത്തൽ. പക്ഷെ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു കാരണമായിട്ടുണ്ടാകാം, ഒരു പശ്ചാത്തലമായിട്ടുണ്ടാകാം. അത് നേരത്തെ പറഞ്ഞതുപോലെ കണ്ടുമുട്ടാനും ഫോണോ മൊബൈലോ ടെക്നോളജിയോ ഒന്നും സഹായിക്കാത്തൊരു ഭൂതകാലത്ത് പരസ്പരം കാണുക എന്നത് മാത്രമാണ് സൗഹൃദം, അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു കത്തയക്കുക എന്നത് മാത്രമാണ് സൗഹൃദത്തിലേക്കൊക്കെയുള്ളൊരു വഴികൾ. അതൊക്കെ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചൊരു വളരെ വിദൂര ഭൂതകാലമായൊരു ഓർമ്മയാണ്. ഒരു കത്തെഴുതുക, ഒരു കാർഡ് കിട്ടുക സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ പിരിഞ്ഞുപോയ ആളുകളുടെയൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു അശോകനെയൊക്കെ ഞാൻ കാണുന്നതിന് മുമ്പ് അശോകനെ ഞാൻ കത്തയച്ചിട്ടുണ്ട്. ഈ കഥ വായിക്കുകയും വിളിച്ചു പറയാനുള്ള മറ്റു മാർഗങ്ങളൊന്നുമില്ല. നമുക്ക് ഫോൺ സൗകര്യങ്ങളൊന്നും അന്ന് നമുക്ക് ആലോചിക്കാൻ കഴിയാത്തൊരു കാലത്താണ്. പിന്നെ വേഗത എന്ന് പറഞ്ഞ് വളരെ സഡനായിട്ടുള്ള മാറ്റങ്ങളാണ് നമ്മുടെ മുമ്പിലുണ്ടായത്. ടെലിഫോൺ വരുന്നു, മൊബൈൽ വരുന്നു, അതിനിടയിൽ പേജർ വരുന്നു. അതിൻ്റെ ടെക്നോളജിയുടെ ഒരു മാറ്റം. അപ്പോൾ ഇത് ടെക്നോളജിയെ അതിവർത്തിക്കുന്ന തരത്തിലായിരുന്നു ഒരു പക്ഷേ ഒരു തരത്തിലുള്ളൊരു കാന്തിക മണ്ഡലം പോലെ ഇവരെയൊക്കെ ഞാൻ അല്ലെങ്കിൽ എന്നെ വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ഞാൻ ആകർഷിച്ചത് ഇവരെ വലിച്ചത് ഒരു കാന്തിക വലയത്തിലേക്ക്. അത് എഴുത്തിനോടുള്ള ഭ്രമമാണ്, അത് മറ്റൊന്നുമല്ല. എനിക്കൊന്നും ഓർമ്മയുണ്ട്, അശോകൻ്റെ പല്ല് എന്ന് പറഞ്ഞാൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നൊരു കഥ വായിച്ചിട്ട് ഞാൻ കാർഡ് ഇട്ടത്. അതെ, പ്രിയയുടെ പല്ല്. അങ്ങനെയാണ്. അതിപ്പോൾ അന്ന് അശോകൻ സജീവമായിട്ട് ഞാനൊക്കെ സഞ്ചരിക്കുന്ന, ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മുൻപന്തിയിലുണ്ട്, യുവജന പ്രസ്ഥാനത്തിലുണ്ട്, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലുണ്ട്. പക്ഷെ ആ വഴിയിലായിരുന്നില്ല ഞാൻ ഇവരിലേക്ക് എത്തിയത്. അവിടെയാണ് ഈ സർഗ്ഗവ്യാപാരം എന്ന് പറയുന്നൊരു വാക്കും സൗഹൃദവും തമ്മിൽ ഞാൻ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത്. നമുക്കത് കൺവേ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സൗഹൃദങ്ങൾ അനവധിയുണ്ട്, അനവധി തരത്തിലുള്ള എല്ലാ തരത്തിലും വേണമെങ്കിൽ എനിക്കിപ്പോൾ 1-ാം ക്ലാസ് തൊട്ട് അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറമുള്ള തലം തൊട്ട് തന്നെ എൻ്റെ കൂട്ടുകാർ ഇന്നും എനിക്ക് പേര് വിളിക്കാവുന്ന ബന്ധം, ഓർമ്മിക്കാവുന്ന ബന്ധം, അവർക്ക് എന്നെ തിരിച്ചറിയാവുന്ന ബന്ധം ഒക്കെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ സൗഹൃദത്തിൻ്റെ ധാരാളിത്തം. അപ്പോൾ ഈ ക്യാമ്പസിലേക്ക് തന്നെ വരുമ്പോൾ ഇടനാഴികൾ, ഇവിടെ മഴ പെയ്ത് തുറന്നു നിൽക്കുന്ന വൃക്ഷഛായകൾ, മരത്തണലുകൾ, ഉറക്കുന്ന ഗ്ലാസ് മുറികൾ, ചുമരിൽ നേരത്തെ മുരളി പറഞ്ഞ പോലെ അനവധി പരിചയക്കാരും അല്ലാത്തവരുമായിട്ടുള്ള വായിച്ചറിവുള്ള പണ്ഡിറ്റ് പ്രപ്പൻ അശോകൻ്റെ നോവലിൻ്റെ പേരാണ്. അപ്പോൾ അങ്ങനെ അനവധി സൗഹൃദങ്ങൾ ഇവിടെ നമുക്ക് ഓർമ്മകളുണ്ട്, ഈ ക്യാമ്പസുമായിട്ടുണ്ട്. ഭരതൻ മാഷ് എന്ന് പറയുന്നൊരു പണ്ഡിതൻ, അദ്ദേഹം ഇവിടെ പ്രിൻസിപ്പളായിട്ടിരുന്ന കാലത്ത് വന്നുപോയൊരു ഓർമ്മ എനിക്കിവിടെ ഉണ്ട്. അപ്പോൾ ഈ സൗഹൃദങ്ങളെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ എഴുത്തിലേക്ക് ഉപയുക്തമാക്കി എന്നതായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു വിഷയം കൊണ്ട് നമ്മൾ സംഘാടകർ ഉദ്ദേശിക്കുന്നത് ഞാൻ ധരിക്കുന്നു. പക്ഷേ എഴുത്തിൽ, ഇപ്പം നേരത്തെ അശോകൻ പറഞ്ഞ ഒരു എഴുത്തിൽ, ഇപ്പോൾ ഞാൻ എഴുതിയൊരു കഥ പണ്ടൊക്കെ പരസ്പരം വായിക്കാറുണ്ട്. ചില നിർദ്ദേശങ്ങൾ സൗഹൃദപരമായിട്ട്, അതിപ്പോൾ ഇവിടെ നിന്നല്ല, വായനക്കാരിൽ നിന്നൊക്കെ മറ്റുള്ളവരൊക്കെ പറയാറുണ്ട്, ഇങ്ങനെ വേണോ, ഇങ്ങനെയാണോ അതിൻ്റെ ഒരു എൻഡിങ് വേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനൊരു ട്വിസ്റ്റ് ഉണ്ടായാൽ കുറേ കൂടി നന്നാവുമായിരുന്നില്ല എന്നൊക്കെയുള്ള ഒരു തരത്തിലുള്ള ചർച്ചയോ ഇടപെടലുകളൊക്കെ ഉണ്ടാകാറ് എങ്കിൽ പോലും അത് പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനോ ആ തരത്തിലേക്ക് ആ കഥയെ മാറ്റി തീർക്കാനോ ഒന്നും ഇവരിയ്ക്കുന്ന ആരും തയ്യാറായിട്ടില്ല. അത് എഴുത്തിൻ്റെ ഏറ്റവും സ്വകാര്യമായിട്ടുള്ള ഞാനും എഴുത്തും മാത്രമുള്ള, അവിടെ മറ്റൊരാളില്ല.
അത് സൗഹൃദമാകട്ടെ, പ്രണയമാകട്ടെ, ഓർമ്മകളാകട്ടെ, ആരുമില്ല. അത് ഞാനും എഴുത്തും തമ്മിൽ മാത്രം. അതെല്ലാ എഴുത്തുകാരെ സംബന്ധിച്ചും അങ്ങനെയായിരിക്കണം. അവിടെ മറ്റു തരത്തിലുള്ള ഒരു കോംപ്രമൈസും ഇല്ല. അവിടെ ഞാനാണ് അവസാനം ജസ്റ്റിഫിക്കേഷൻ. എനിക്കിവിടെ ഞാൻ കംഫർട്ടാണ്, ഇവിടെയാണ് അത് നിർത്തേണ്ടത് എന്ന് തോന്നുമ്പോൾ മറ്റൊരാൾക്ക് തോന്നുന്നത് ഇവിടെ ആയിരുന്നില്ല, കുറച്ചും കൂടി ഒരു എക്സ്റ്റൻഷൻ ആകാമായിരുന്നു, കഥയുടെ മറ്റൊരു ഗർത്തത്തിലേക്കോ മറ്റൊരു വീഴ്ചയിലേക്കോ അതിനെ കൊണ്ടുപോകാമായിരുന്നു, ഒരു സാധ്യത ഉണ്ടാകുമായിരുന്നു എന്നൊക്കെ പറയാമെന്നല്ലാതെ സൗഹൃദം അതിനൊരു ബാധ്യതയാകാറില്ല. അതേസമയം ഈ സൗഹൃദം കെട്ടി ഞങ്ങളെ ഇങ്ങനെ പരസ്പരം നേരത്തെ അഷ്ടമൂർത്തി പറഞ്ഞു, അങ്ങനെ എന്നും കാണുകയോ എന്നും വിളിക്കുകയോ എന്നും ഒന്നുമില്ല. പക്ഷേ എവിടെയോ ഇതിൻ്റെ ഒരു നനവ്, അതിൻ്റെ ഒരു പശിമ ഞങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്നുണ്ട്. അത് എഴുത്തുകാർക്ക് മാത്രമുള്ളൊരു സംഭവമാണോ? ഒന്നുമല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞു. എഴുത്തുകൊണ്ട് മാത്രം ഇങ്ങനെ സൗഹൃദങ്ങൾ എല്ലാ കാലത്തും നിൽക്കുമോ? ഇല്ല. അത് ഇവർക്കൊക്കെ ഉണ്ട്, ഇവരുടേതായിട്ടുള്ള പേഴ്സണൽ വഴികളിലോ അവരുടെ ബന്ധങ്ങളിലോ ജോലി സ്ഥലങ്ങളിലൊക്കെ നാട് വീട് ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ. പക്ഷെ എനിക്ക് തോന്നുന്നു എഴുത്ത് പോലെ തന്നെ തീവ്രമാണ് മനുഷ്യബന്ധങ്ങൾ എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ആ ഒരു ബന്ധങ്ങളുടെ ഒട്ടും സ്വരച്ചേർച്ച ആ ഒരു തലത്തിൽ തന്നെ നിലനിർത്തി ഞങ്ങൾക്ക് പോകാൻ കഴിയുന്നത്. എഴുത്തിൽ പലരും പല തലങ്ങളിലാണ്. എല്ലാവരും നിങ്ങൾ പറയുന്ന പോലെ പലരും പല മേഖലകളിൽ കൂടുതൽ ശ്രദ്ധേയരാണ്, കൂടുതൽ പ്രാമുഖ്യമുള്ളവരാണ്. പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഇന്നലെ എന്നതുപോലെ ഞങ്ങൾക്ക് തുടങ്ങാൻ കഴിയുന്നു എന്നത് വലിയൊരു കാര്യമാണത്. അപ്പോൾ അഷ്ടമൂർത്തിയെ ഞാൻ ഈ പറഞ്ഞ മാതിരി ഞാൻ തേക്കിൻകാട്, തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്തെ വടക്കുംനാഥ ക്ഷേത്രത്തെ, അവിടുത്തെ കറണ്ട് ബുക്സിനെ, അവിടുത്തെ നടുലാൽ കോർ, അങ്ങനെയുള്ള ഒരു സ്ഥലകാലങ്ങളെ അഷ്ടമൂർത്തി വളരെ ലളിതമായിട്ട് ഈ മഹാരാജസിലേക്ക് ഈ മുറിയിലേക്ക് ഇപ്പോൾ പറിച്ചു നട്ടു. കുറച്ച് മുമ്പ് ഞാൻ അങ്ങനെ തൃശ്ശൂരിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. എൻ്റെ സ്വന്തം നഗരമെന്ന് പറയാവുന്ന അതിൻ്റെ പ്രദക്ഷിണ വഴികളൊക്കെ ഇവിടെ വന്നു. ഞാൻ ഈ മനുഷ്യനെ ഒരുപക്ഷെ നേരത്തെ കാണുന്നേക്കാൾ മുമ്പ് ഇയാളെ വായിച്ചിട്ടുണ്ട്. അത് ഒട്ടും പ്രശസ്തമായൊരു വാരികയിൽ വന്നിട്ടല്ല, ഒരു കോളേജ് മാഗസിൻ. ഇപ്പോൾ ഇതുപോലെ കേരളോർമ എന്ന് പറയുന്ന ഒരു കോളേജിൻ്റെയൊക്കെ ബൈ പ്രോഡക്ട്സാണ് ഞങ്ങളൊക്കെ. അല്ലെങ്കിൽ എസ് എൻ കോളേജ് എന്ന് പറയുന്ന മഹാരാജസ് പോലെ തന്നെ അനവധി ചരിത്രവും സംഘർഷങ്ങളും പ്രതിസന്ധികളൊക്കെ ഉള്ളൊരു കോളേജ്. ഈ കോളേജിലെ 70കളിലോ മറ്റോ ഇറങ്ങിയൊരു ഒരു മാഗസീനിൽ നിന്ന് അഷ്ടമൂർത്തി എഴുതിയ മരിച്ചുപോയവരെ പറ്റി എന്നൊരു കഥ അന്നത്തെ സ്കൂൾ വിദ്യാർത്ഥിയായി ഞാൻ വായിക്കും. അവിടെയാണ് എഴുത്തിൻ്റെ, വായനയുടെ സർഗ്ഗവ്യാപാരങ്ങളൊക്കെ കിടന്നത്. എനിക്കറിയില്ല ഈ മനുഷ്യനെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇയാൾ നാളത്തെ എഴുത്തുകാരനാണ്. നാളെ ഇയാളുടെ കഥ ഞാൻ തീർച്ചയായിട്ടും വായിക്കും. ഒരു 9ാം ക്ലാസ്സുകാരൻ വിലയിരുത്തുകയാണ്, ഞാൻ വായിക്കും. മാതൃഭൂമി അഴിച്ച പതിപ്പിലോ ദേശാഭിമാനി വാരികയിലൊക്കെ ഞാൻ വായിക്കും. അത് 4-3 വർഷം കഴിയുമ്പോൾ അത്ഭുതം സംഭവിക്കുന്നു. അഷ്ടമൂർത്തി, KV അഷ്ടമൂർത്തി എന്ന പേരിൽ മാതൃഭൂമി അഴിച്ച പതിപ്പിൽ കഥ വരുന്നു. KV അഷ്ടമൂർത്തിയായിരുന്നു പണ്ട് അദ്ദേഹം, ഇനീഷിലടക്കം. പിന്നീടാണ് KV ഒഴിവാക്കിയത്. അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നി അഷ്ടമൂർത്തിക്ക്. അപ്പോൾ അതുപോലെ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പോൾ അന്നത്തെ കഥകൾ വായിച്ച് നമ്മൾ താക്കോൽ, ഞാൻ കഥകളിലേക്ക് പോകുന്നില്ല, ആ ഒരു സെഷനല്ല. ഓരോ കഥയെപ്പറ്റിയും നമ്മുടെ മനസ്സിൽ കിടിലങ്ങൾ, അതിൻ്റെ ഉദ്വേഗങ്ങൾ, ആ വായന സമ്മാനം അപ്പോൾ നമ്മൾ കണ്ടെത്തുകയായിരുന്നു. പിന്നീടാണ് ഇതുപോലൊരു സന്ദർഭത്തിൽ അന്നത്തെ അവിടുത്തെ AGS ഓഫീസിൻ്റെ ഒരു റിക്രിയേഷൻ ക്ലബ്ബ് സംഘടിപ്പിച്ച അവരുടെ മധ്യാഹ്ന ഇടവേളയിൽ സംഘടിപ്പിച്ചൊരു സർഗ ക്യാമ്പിൽ ഞാനും അഷ്ടമൂർത്തി ആദ്യം കാണുന്നു. പക്ഷേ എത്രയോ കാലത്തെ പരിചയം ഞങ്ങൾക്ക് അവിടെ ഉണ്ടായി. അപ്പോൾ സൗഹൃദങ്ങൾ എഴുത്തിനെ അത് സഹായിച്ചിരുന്നോ എന്നെനിക്ക് പറയാൻ കഴിയില്ലെങ്കിലും സൗഹൃദം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉളവായത്. എഴുത്തിൻ്റെ ഒരു മേന്മയായിട്ടാണ് ഞാൻ കാണുന്നത്. എഴുതാനുള്ള ത്വരയാണ്, എഴുത്തുകാരുള്ള സ്നേഹമാണ്, അവരോടൊരു ഇഷ്ടമാണ്. അവരുടെ എഴുത്തുകൾ നമ്മുടെ മനസ്സിനെ നേരത്തെ കൊണ്ട് നടത്തിച്ച പല വഴികളിലൂടെയും നമ്മൾ നടക്കുന്നു, കാണുന്നു. ഇപ്പോൾ കാട്ടൂരൊക്കെ ഞാൻ കാണുന്നേക്ക് മുമ്പ് അശോകൻ്റെ കഥകളിലൂടെ, നേരത്തെ പറഞ്ഞ കൊച്ചുവാവയുടെ കഥകളിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. അത് എഴുത്തുകൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു വലിയ സിദ്ധിയും അതിൻ്റെ സൗഭാഗ്യവുമാണ്. അതാണ് സൗഹൃദത്തിലേക്കൊരു വഴിയായിട്ട് തുറന്നത്. സൗഹൃദത്തിലേക്ക് എത്തുമ്പോൾ എഴുത്ത് സെക്കൻഡറി ആകുകയും സൗഹൃദം മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ എന്നെ സംബന്ധിച്ചെങ്കിലുണ്ട്. കാരണം അവിടെ എഴുത്തുകാരനെ അല്ലെങ്കിൽ എഴുത്തിനെ അതിവർത്തിച്ചുകൊണ്ട് മനുഷ്യനും അവൻ്റെ പച്ചയായ അനുഭവങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളും അവരുടെ പ്രശ്നങ്ങളും, ഇപ്പോൾ ഞങ്ങളൊക്കെ തന്നെ പരസ്പരം ഞങ്ങളുടേതായിട്ടുള്ള ചെറിയ വിഷമങ്ങളിലും വേദനകളിലും നഷ്ടങ്ങളിലും ദുഃഖങ്ങളിലൊക്കെ ഓടിയെത്താറുണ്ട്, അല്ലെങ്കിൽ സന്തോഷങ്ങളിൽ ഞങ്ങൾ പങ്കുവെക്കാറുണ്ട്. അത് ഒരു എഴുത്തുകാരനായ മേന്മ കൊണ്ടല്ല, മനുഷ്യനിൽ ഉള്ള വിശ്വാസവും മനുഷ്യത്വം നഷ്ടപ്പെടാത്ത കുറേ അപൂർവ ജീവികൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ, സ്പീഷീസ് ആയിട്ട് മാറ്റിവെക്കാവുന്ന തരത്തിൽ ഈ കാലത്ത് പുതിയ തലമുറയ്ക്ക് മുമ്പിൽ ഞങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു എന്നതാണ് എന്നെ സംബന്ധിച്ച് അത്ഭുതം.
എന്ത് സൗഹൃദം, എന്ത് ബന്ധങ്ങൾ, എന്ത് കുടുംബം, എന്ത് സമൂഹം എല്ലാം ശിഥിലമാകുന്നതാണ് ഈ കാലം. ശിഥിലമാകേണ്ട ഒരു തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ശരി. അതിൻ്റെ ഒന്നും വലിയ മൂല്യങ്ങളിലേക്കോ അതിൻ്റെ ഒന്നും വലിയ ഭൂതകാല ഓർമ്മകളിലേക്കോ ഒന്നും പിന്മടങ്ങേണ്ടതല്ല. മറിച്ച് എല്ലാറ്റിനെയും തകർക്കുക, എല്ലാറ്റിനും അപ്പോൾ കാണുന്ന മാതിരി അപ്പോൾ ഉപയോഗിക്കുക. യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന തരത്തിൽ യൂട്ടിലിറ്റി തിയറി പോലെ ഉപയോഗത്തിന് ശേഷം വലിച്ചെറിയപ്പെടുന്ന തരത്തിലേക്ക് നമ്മുടെ ഉപകരണങ്ങളെപ്പോലെ മനുഷ്യർ, ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, സ്നേഹങ്ങൾ എല്ലാം നിമിഷ വേഗത്തിൽ മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇങ്ങനെ സൗഹൃദങ്ങളുടെ ചെറിയ നനവുകളെയും അതിൻ്റെ തണൽവട്ടങ്ങളെയൊക്കെ പറ്റി പറയുന്നത് ഒരുപക്ഷെ നാളെ സ്പീഷ്യസായിട്ട് പഠിക്കേണ്ട മനുഷ്യവംശത്തിൻ്റെ പരിണിതയുടെ ഒരു ഘട്ടമായിരിക്കും എന്ന ഒരു വലിയ ആകുലതയും എനിക്കുണ്ട്.